ഇന്ന് കടല വരട്ടിയതുണ്ടാക്കാം. ചോറിനും കഞ്ഞിക്കുമൊക്കെ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് 1 കപ്പ് കടലയുണ്ട്. 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് ഒന്നുകൂടി കഴുകിയതിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. ഇനി ഇതൊന്ന് വേവിക്കണം. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും. ആദ്യം കടല പ്രഷർ കുക്കറിലേക്ക് ഇടാം. കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർക്കാം. ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ കുറച്ച് വെളുത്തുള്ളി ഇപ്പോൾ തന്നെ ചേർക്കുന്നത് നല്ലതാണ്. 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇടാം. 4 വിസിൽ വരെ വേവിച്ചു. അതിനുശേഷം മാറ്റിവെച്ചു. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഓപ്പൺ ചെയ്തതാണ്. ഒരു കടായി ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് മുഴുവനും ഒന്ന് പൊട്ടിക്കോട്ടെ. അതിനുശേഷം കുറച്ചുകൂടി വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും സവാളയും അതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. ആവശ്യമായ ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഇതേമാതിരി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇടാം. ഒന്നിളക്കി കൊടുക്കാം. പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അടുത്തത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആവശ്യമില്ല. നമ്മളിത് വറട്ടിയാണ് എടുക്കുന്നത്. ഈ കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇനി മല്ലിപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇവിടെ ചേർത്തത്. പൊടികളുടെ റോ ടേസ്റ്റ് പോയതിന് ശേഷം ചിരകിയ തേങ്ങ ഇടാം. അരപ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് കടലയും വേവിച്ച വെള്ളം കൂടി ഒഴിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ സാവകാശം വരട്ടിയെടുക്കണം. ചോറും തൈരും ഈ കടല വരട്ടിയതും നല്ല ടേസ്റ്റാണ്. തൈര് ഇല്ലെങ്കിലും പ്രശ്നമില്ല. കടല വരട്ടിയത് റെഡിയായി കഴിഞ്ഞു. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വരാം.